ബീറ്റ കരോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് ആട്ടോ ഇന്നത്തെ താരം. അപ്പോൾ നമ്മൾ ഒരു ക്യാരറ്റ് ഉപയോഗിച്ച് 3 ബ്യൂട്ടി പ്രൊഡക്ട്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ലാസ്റ്റ് വൺ എൻ്റെ ഫേവറേറ്റും ആണ്, അതുപോലെ തന്നെ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പം ഞാനിതാ അതിനായിട്ട് 2 ക്യാരറ്റ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിൽ ഒരു ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യൂബുകളാക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിതാ ഒരു ക്യാരറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചീകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിൽ ഇത്ര ഏകദേശം ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ഒരു ഈർപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ പരത്തി ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീകി മാറ്റി വെച്ച ക്യാരറ്റ് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു നീര് മാത്രമില്ലേ, അത് ആ ഒരു പ്യൂരി മാത്രം നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. ആ ഒരു പ്യൂരിയിലാണ് നമ്മളിനി ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു ക്യാരറ്റിൻ്റെ പക്ക പ്യൂരിയാണ് കേട്ടോ. ഇതാ നമുക്ക് ആ ക്യാരറ്റിൻ്റെ ആ ഒരു നീര് നന്നായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സാധാ ഗോതമ്പ് പൊടിയിൽ അത് 2 സ്പൂണാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ട് ഒരു കട്ട പോലെ വരും. അത് നമുക്ക് ആ ഒരു നീര് അത്രയ്ക്ക് മതിയാവാണ്ടാണ്. ഇതിലേക്ക് നമുക്ക് ഇനി മിൽക്ക് ചേർക്കാവുന്നതാണ്. അത് ഓപ്ഷനിലാണ്. ഇനി മിൽക്ക് വേണ്ടാത്തവർക്ക് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കതിനനുസരിച്ച് ആ ഒരു ക്യാരറ്റിൻ്റെ നീര് കൂട്ടിയെടുത്താലും മതി. ഞാൻ പക്ഷേ മിൽക്ക് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തിക്ക് പേസ്റ്റ് പോലെ ആക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കുക. നമുക്ക് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനുള്ള ഒരു പരുവത്തിൽ. ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൽ ഉണ്ടെങ്കിൽ റിമൂവ് ആക്കാനും അതുപോലെ തന്നെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അത് നോർമലാവാനും സഹായിക്കുന്ന ഒന്നാട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഓയിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ, അതായത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ആട്ടിയ വെളിച്ചെണ്ണയാണ്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെളിച്ചെണ്ണൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി തിളച്ച് വന്ന ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചീകി മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, കുറച്ചായിട്ട്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ബദാം ഓയിലോ ഒലീവ് ഓയിലോ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, വെളിച്ചെണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ അത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇത് പെട്ടെന്ന് ഒന്ന് മൊരിഞ്ഞു പോകും, അതായത് ഒന്ന് അടി പിടിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ആ ക്യാരറ്റിൻ്റെ പക്കയായിട്ടുള്ള ഒരു എല്ലാ സത്തും അതിലേക്ക് വരുള്ളൂ. ചൂടാറിയ ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് ആ ഒരു എണ്ണ നമുക്ക് വേർതിരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലൊരു ബൗളിലേക്ക് ഇതിലേക്ക് ഞാൻ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക മോയ്സ്ചറായിട്ടിരിക്കാം നമ്മുടെ സ്കിന്നിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല തെളിഞ്ഞ് കിട്ടും. നല്ല ഓയിലാണ്, അതുപോലെ തന്നെ ചെറിയൊരു തിക്നെസ്സും ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ ഫേഷ്യൽ മസാജൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഓയിലാണ് ഈ ഒരു ക്യാരറ്റ് ഓയിൽ. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ജാർ എടുക്കുക, അതിലേക്ക് ആക്കി വയ്ക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗ്ലാസ് ടൈപ്പുള്ള ഒരു ജാറിനെ എടുക്കാൻ നോക്കുക കേട്ടോ, എന്നാലാണ് അത് കുറച്ച് കാലം നിൽക്കുകയുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു കളർ കണ്ടോ, ആ ഒരു ക്യാരറ്റിൻ്റെ എല്ലാ സത്തും അതിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കളർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓയിൽ നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, ചെറിയൊരു മസാജോടുകൂടി. അതുപോലെ തന്നെ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് ബോഡിയിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ലാസ്റ്റ് വൺ നമ്മൾ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്യാരറ്റ് ഓയിലില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യുക കേട്ടോ. ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ ഭയങ്കര സൂത്തനിങ് ആവാനും അതുപോലെ മോയ്സ്ചറായിട്ടിരിക്കാനും അതുപോലെ തന്നെ ചെറിയൊരു ലൈറ്റനിങ്ങും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിലേക്ക് നമ്മളിനി അടുത്ത് ചേർക്കുന്നത് അലോവേര ജെല്ലാട്ടോ. ഈ അലോവേര ജെല്ലാണെങ്കിലും ഗ്ലിസറിൻ ആണെങ്കിലും ഒരു 1.5 സ്പൂൺ വെച്ചിട്ട് ചേർത്താൽ മതിയാവും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്രീമുകളൊക്കെ ഒരു ഫോം ബേസിലായിരിക്കണം. നമ്മൾ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്നില്ല, ആ ഒരു ഫോമിൽ ഇങ്ങനെ കുറച്ച് ഒരു പതഞ്ഞു പോയിട്ടുള്ള ഒരു ഫോമിലായിരിക്കണം നമ്മുടെ ക്രീമൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്രീം.
ഈ ഒരു ക്രീം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല നിങ്ങൾ മാക്സിമം നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം ഇത് കുറച്ച് എടുത്തിട്ട് ഒരു മസാജോടുകൂടി നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വെക്കുക. ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. നമുക്ക് ആ ഒരു ലൈറ്റനിങ്ങും ആ ഒരു ബ്രൈറ്റനിങ്ങും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ക്രീമാണത്. അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള 3 ബ്യൂട്ടി പ്രോഡക്ട്സും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് ബൈ, സീ യു ഓൾ.